ഹലോ വെൽക്കം ബാക്ക്. നമ്മളിത് ചെയ്തെടുക്കാൻ പോകുന്നത് എൻവലപ്പാണ്. 3 ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള എൻവലപ്പാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ ഒരു പ്ലെയിൻ പേപ്പർ എടുത്ത് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന പീസ് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിലാണ് പേപ്പർ കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു പേപ്പറിൻ്റെ മുകളിൽ വരുന്ന ആ ഒരു ലെയർ താഴോട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആ 2 കോർണർ സൈഡും ജസ്റ്റ് അകത്തോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു ലെയർ വേറൊരു ലെയറിൻ്റെ അകത്തോട്ട് ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് ബാക്കി വന്ന ആ ഒരു മുകളിലെ പോർഷൻ താഴോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ എൻവലപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത എൻവലപ്പാണ് ചെയ്യുന്നത്. നേരത്തെ എൻവലപ്പ് പോലെ തന്നെയാണിതും. ഇതിൻ്റെ അവസാനം വരുമ്പോൾ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്ത എൻവലപ്പിൻ്റെ സ്റ്റെപ്സ് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഇനി നമുക്ക് 2 കോർണർ പീസ് വരുന്നതിൻ്റെ ഫസ്റ്റ് ലെയർ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ഗം യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അറ്റാച്ച് ചെയ്യുമ്പോൾ ആ ഒരു പീസ് താഴോട്ട് വരുന്ന രീതിക്കായിരിക്കണം അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു മുകളിലത്തെ ലെയർ താഴോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ കുട്ടി എൻവലപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൂന്നാമത്തെ എൻവലപ്പിലും നമ്മൾ നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ഇനി നമുക്ക് 2 കോർണറും കട്ട് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഗം യൂസ് ചെയ്ത് ആ ഒരു പാർട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ മുകളിലത്തെ ആ ഒരു പാർട്ട് താഴോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ 3 എൻവലപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന 3 പേപ്പർ പീസ് യൂസ് ചെയ്ത് ഈ ഒരു എൻവലപ്പ് ഡിസൈൻ ചെയ്ത് കൊടുക്കുവാണ്. നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇത് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ 3 എൻവലപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ.